2026 കേരളം ആര് ഭരിക്കും? സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു. UDF എത്ര സീറ്റ് നേടും, LDF എത്ര സീറ്റ് നേടും, BJP എത്ര സീറ്റ് നേടും എന്നൊക്കെയുള്ള സർവേകൾ. 2 സർവേകൾ വന്നു കഴിഞ്ഞു. അത് ഞങ്ങൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ വിട്ടുകഴിഞ്ഞു. ആ 2 സർവേയിലും BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും എന്നാണ് പറയുന്നത്. പക്ഷേ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പ്രയാസമാണെന്ന് പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേയിൽ പറയുന്നു. പൊളിറ്റിക്സ് കേരള നിരവധി പത്രപ്രവർത്തകരുമായും BJPയുടെ തന്നെ പ്രാദേശിക നേതാക്കളുമായും BJPയുടെ തന്നെ ജില്ലാ നേതാക്കളുമായും സംസ്ഥാന നേതാക്കളുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ പുറത്തുവിടുന്നത്. BJP കണ്ണുവയ്ക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ്. പാലക്കാട് ഇനി BJP കച്ചി തൊടില്ല. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വിജയം അസാധ്യമായ ഒരു വിജയമാണ്. ആ വിജയം അസാധ്യമായ അനുപമമായ ഒരു വിജയമാണ്. 18,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തറ പറ്റിച്ചത്. അതുകൊണ്ട് പാലക്കാട് BJP കച്ചി തൊടില്ല എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയുടെ സർവേ. രണ്ടാമത്, പാലക്കാട് സന്ദീപ് വാര്യർ ഫാക്ടർ വളരെ ശക്തമാണ്. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത് BJPക്ക് വളരെ ദോഷം ചെയ്തു പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാട് BJPക്ക് ഒരു ജയം അസാധ്യമാണ്. പിന്നീട് BJP ജയിക്കും എന്ന് കരുതുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താവുകയും പത്മജ 2-ാം സ്ഥാനത്താവുകയും ബാലേന്ദ്രൻ മാഷ് ജയിച്ചു പോവുകയും ചെയ്ത തൃശ്ശൂർ. ഇത്തവണ തൃശ്ശൂർ നാഞ്ഞു പിടിച്ചാൽ കിട്ടും എന്ന് BJP പ്രതീക്ഷിക്കുന്നു. പക്ഷേ തൃശ്ശൂരിൽ ബാലേന്ദ്രൻ മാഷ് ജനകീയനായി മാറിയിരിക്കുന്നു. ബാലേന്ദ്രൻ മാഷിനെ മറന്ന് മറ്റൊരു MLA സ്വീകരിക്കാൻ ഇനി തൃശ്ശൂരുകാർക്ക് ഒരിക്കലും കഴിയില്ല. BJP കണക്ക് കൂട്ടുന്ന 2ാമത്തെ മണ്ഡലവും പാളിപ്പോകും. തൃശ്ശൂർ CPI തന്നെ നിലനിർത്തും എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ ഒപ്പീനിയൻ പോൾ. മറ്റൊന്ന്, തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളാണ്. അതിലൊന്ന് നിയമമാണ്. ആദ്യമായി BJPക്ക് താമര വിരിഞ്ഞ നിയമം, O രാജഗോപാലിലൂടെ താമര വിരിയിച്ച നിയമം. പക്ഷേ നേമത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി നേടിയത് വിസ്മയകരമായ വിജയമാണ്. അവിടെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു, കോൺഗ്രസിൻ്റെ K മുരളീധരൻ. അതുകൊണ്ട് നിയമവും BJPക്ക് കിട്ടില്ല. തിരുവനന്തപുരത്ത് തന്നെ BJP പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലം കഴക്കൂട്ടമാണ്. കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ തറ പറ്റിച്ച കഴക്കൂട്ടം. അവിടെ ശോഭാ സുരേന്ദ്രനല്ല, ഇനി ഏത് BJP നേതാവ് വന്നു നിന്നാലും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ മനസ്സ് മാറില്ല. ചുരുക്കത്തിൽ പാലക്കാട്, തൃശ്ശൂർ, നേമം, കഴക്കൂട്ടം BJP മനസ്സ് വയ്ക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ 4 മണ്ഡലങ്ങളിലും BJP വമ്പൻ പരാജയം നേരിടും. ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് കിട്ടില്ല. മഞ്ചേശ്വരത്ത് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് BJP, പക്ഷേ അത് വെറുതെയാണ്. കാലങ്ങളായി മഞ്ചേശ്വരത്ത് BJP പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മഞ്ചേശ്വരത്തെ പ്രതീക്ഷയൊക്കെ വെറുതെയാണ്. പാലക്കാടും തൃശ്ശൂരും നേമത്തും കഴക്കൂട്ടത്തും BJP പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇവിടെയൊക്കെ ജയിച്ചു കയറാമെന്ന് BJP വിചാരിക്കുന്നു. പക്ഷേ നടക്കില്ല.